അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി തരട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ ശരീരവേദന കാരണം വളരെ പ്രയാസത്തിലാണ്. കാൽമുട്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മുതുകുവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഊരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള വേദനകൾ ശിഫയാകാനുള്ള പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു മരുന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വേദനകൾക്കും ശമനം നൽകട്ടെ, എല്ലാ വേദനകൾക്കും ശിഫ നൽകട്ടെ. പ്രിയമുള്ളവരെ, വേദനയുള്ള ഭാഗത്ത് നമ്മളുടെ വലത് കൈവെക്കുക. അതിനുശേഷം പരിശുദ്ധ ഖുർആനിലെ ആലിംറാൻ സൂറത്തിലെ 145 ആയത്ത് 3 പ്രാവശ്യം പാരായണം ചെയ്യുക. ഏതാണ് ആ 145 ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ് أن تموت إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين. ഇത് 3 പ്രാവശ്യം ആവർത്തിച്ച് പാരായണം ചെയ്യുക. അതിനുശേഷം പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തുടങ്ങിയ സൂറത്ത്. ഈ സൂറത്ത് മുഴുവനായി വലത് കൈ വേദനയുള്ള ഭാഗത്ത് വെച്ച് 7 പ്രാവശ്യം പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വേദന ശിഫയാകുന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വേദനയുണ്ടെങ്കിലും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വേദന ശിഫയായാൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. ഈ വേദന വരാനുള്ള റീസൺ എന്താണ്, ഈ വേദനയുള്ള കാരണം എന്താണ് എന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് നടത്തുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ഒരുപാട് ആളുകൾ രോഗികളാണ്. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. രോഗം ശിഫയാകാൻ വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നീ ശമനം നൽകണേ അല്ലാ. വേദന സഹിക്കാൻ പറ്റാതെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഊരവേദന, കാലുവേദന, കണ്ണുവേദന, തലവേദന, അതുപോലെ തന്നെ മുതുക് വേദന, എല്ലാ വേദനകളും നീ ശിഫയാക്കണേ അല്ലാ. നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ, മക്കളെ സംരക്ഷിക്കാൻ, ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.